വയനാട് മാനന്തവാടി സംഭവിച്ച കടുവ ആക്രമണ വാർത്ത നമ്മൾ വായിച്ചു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി സംസ്ഥാനത്ത് മനുഷ്യ മൃഗ സംഘർഷം ക്രമാതീതമായി വർദ്ധിക്കുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഏകദേശം 20 മണിക്കൂറെടുത്ത് കബനി, മുതുവല, ബന്ദിപ്പൂർ, പറമ്പിക്കുളം, തേക്കടി തുടങ്ങിയ വനങ്ങളിൽ ഞാൻ സഫാരി അതുപോലെ ട്രക്കിംഗ് നടത്തിയിരുന്നു. അപൂർവം സൈറ്റിംഗ് മാത്രമാണ് കിട്ടിയത്. കാരണം വളരെ വിരളമായി മാത്രമാണ് കടുവ, പുലി തുടങ്ങിയ വന്യമൃഗങ്ങൾ കാടിന് പുറത്തേക്ക് വരുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഇപ്പോൾ കാണുന്ന വാർത്തകൾ സത്യത്തിൽ പേടിപ്പെടുത്തുന്ന ഒന്നാണ്. കടുവകൾ, പുലി നാട്ടിലിറങ്ങി ആക്രമണം നടത്തുന്നു. വന്യമൃഗങ്ങളുടെ ആവശ്യങ്ങൾ ജനവിഭാഗങ്ങളുടെ മേൽ അതിക്രമിക്കുമ്പോഴാണ് മനുഷ്യമൃഗ ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നത്. ഇതുമൂലം മനുഷ്യർക്ക് വന്യജീവികൾക്കും ഒരുപോലെ നാശനഷ്ടം സംഭവിക്കുന്നു. ജനസംഖ്യയിലുള്ള വർധനവും വനമേഖലാ പ്രദേശങ്ങൾക്ക് മേലുള്ള അധിക സമ്മർദ്ദവും മൂലമാണ് മനുഷ്യമൃഗ ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുന്നത്. മനുഷ്യർക്കുണ്ടാകുന്ന മുറിവുകൾ, മരണം, കൃഷിനാശം, വളർത്തുമൃഗങ്ങളുടെ നഷ്ടം, വീടുകൾക്കും വസ്തുക്കൾക്കും ഉണ്ടാകുന്ന കേടുപാടുകൾ എന്നിങ്ങനെ പല വിധത്തിലാണ് മനുഷ്യമൃഗ സംഘർഷം പ്രതിഫലിക്കുന്നത്. ഇതിന്റെ പ്രധാന കാരണം എന്നത് സ്വാഭാവിക ആവാസ വ്യവസ്ഥ ഛിന്നഭിന്നമാക്കൽ, വനങ്ങളുടെ നശീകരണം, വനത്തിലൂടെയുള്ള നടപടികളുടെ അഭാവം, കൃഷിയിലും ഭൂനിയോഗത്തിലുമുള്ള മാറ്റങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം എന്നിവയൊക്കെയാണ്. എടുത്തു പറഞ്ഞാൽ വനങ്ങളിലേക്ക് കടന്നു കയറി വനനശീകരണവും അതുപോലെയുള്ള പ്രവർത്തനങ്ങളും ചെയ്യുന്നതാണ് മനുഷ്യ മൃഗസംഘർഷത്തിനുള്ള പ്രധാന കാരണം. അതിന്റെ പരിണിത ഫലം കൂടി സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്നു. അങ്ങനെയുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നാം കാണുന്നത്. ഇത് ഒരു പരിധി വരെ സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ തടയുവാൻ സാധിക്കും. സൗരോർജ്ജ വേലി നിർമ്മാണം, ആനക്കിടങ്ങളുടെ നിർമ്മാണം ആനയുടെ ആക്രമണം ഒഴിവാക്കാൻ വളരെയധികം സഹായിക്കും. ഭിത്തികൾ നിർമ്മിക്കുക, അതുപോലെ തന്നെ കയ്യാലകൾ നിർമ്മിക്കുക, ഇതൊക്കെ ഇതിന് ഒരു പ്രധാന പോംവഴിയാണ്. കല്ലുകൊണ്ടുള്ള കിടങ്ങുകളൊക്കെ നിർമ്മിക്കുകയാണെങ്കിൽ ആനയുടെയൊക്കെ ആക്രമണം വളരെയധികം നമുക്ക് തടയാൻ സാധിക്കും. കൂടുതൽ പഠനങ്ങൾ നടത്തി വനം സംരക്ഷിക്കുക, വന്യമൃഗങ്ങളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയുവാൻ ശ്രമിക്കുക. ഒരു പദ്ധതി തയ്യാറാക്കി മുടങ്ങാതെ ചെയ്യേണ്ട സമയം അതിക്രമിച്ചു. ഇനിയും ഇതുപോലുള്ള ദുഃഖവാർത്തകൾ ഉണ്ടാകാൻ ഇടയാകാതിരിക്കട്ടെ. കടുവ എന്നത് നമ്മുടെ ദേശീയ മൃഗമാണ്. അവയെ സംരക്ഷിക്കാനുള്ള പല പദ്ധതികളും നമ്മുടെ രാജ്യത്തുണ്ട്. അങ്ങനെയുള്ളപ്പോൾ അവയെ കൊല്ലുക എന്നത് പറയുന്നത് സാധ്യമായ ഒന്നാണോ എന്ന് അറിയില്ല. കൊല്ലാതെ തന്നെ മനുഷ്യന്റെ മേലുള്ള അക്രമം എങ്ങനെ തടയാൻ സാധിക്കുമെന്ന് പഠനങ്ങൾ തെളിയിക്കട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.